നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. ഇസ്രായേലിൽ ഇറാനും ഹിസ്ബുള്ളയും ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 9 മരണം. ഇസ്രായേലിലെ ബെയ്റ്റ് ഷെമേഷിലായിരുന്നു ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 27 പേർക്ക് പരിക്കേറ്റു. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഇറാൻ ആക്രമണം ശക്തമായി തുടരുന്നുണ്ട്. അതിർത്തി കടന്നുള്ള നീക്കങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് GCC രാജ്യങ്ങൾ ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി മരിച്ചു. പെരിങ്ങൽകുത്ത് ആദിവാസി ഉന്നതിയിലെ കാഡർ വിഭാഗത്തിൽ 50 വയസ്സുള്ള സുന്ദരനാണ് മരിച്ചത്. കീഴിലത്ത് കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കീഴിലം സ്വദേശിനിയായ ബിജിമോളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഭർത്താവ് ലൈജുവിനെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ജില്ലാ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. തൃശൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറായി ശിഖ സുരേന്ദ്രൻ ചുമതല വഹിച്ചിട്ടുണ്ട്. ചുമതലയൊഴിഞ്ഞ അർജുൻ പാണ്ഡ്യൻ കാസർഗോഡ് ജില്ലാ കളക്ടറാകും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി മരിച്ചു. പെരിങ്ങൽകുത്ത് ആദിവാസി ഉന്നതിയിലെ കാഡർ വിഭാഗത്തിൽ 50 വയസ്സുള്ള സുന്ദരനാണ് മരിച്ചത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണം സംഭവിച്ചത്. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി മരിച്ചു. പെരിങ്ങൽകുത്ത് ആദിവാസി ഉന്നതിയിലെ കാഡർ വിഭാഗത്തിൽ 50 വയസ്സുള്ള സുന്ദരനാണ് മരിച്ചത്. വിറക് ശേഖരിക്കാൻ വനത്തിൽ പോയ സുന്ദരനെ കാട്ടാന ഓടിച്ചിട്ട് ആക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:45 പെരിങ്ങൽകുത്ത് ഉൾവനത്തിലായിരുന്നു സംഭവം. ഭാര്യയ്ക്കൊപ്പം വിറക് ശേഖരിക്കുന്നതിനിടെ ഓടിയെത്തിയ കാട്ടാന സുന്ദരനെ ആക്രമിക്കുകയായിരുന്നു. അപകടത്തിൽ സുന്ദരന്റെ വാരിയലിനും നട്ടലിനും പൊട്ടലേറ്റിരുന്നു. ആനയെ കണ്ട് ഭയന്നോടിയ സുന്ദരന്റെ ഭാര്യയാണ് വിവരം വനംവകുപ്പ് ഓഫീസിൽ അറിയിച്ചത്. തുടർന്നാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്ക് ഗുരുതരമായതോടെ പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജിലേക്ക് വിടുകയായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. കീഴിലത്ത് കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കീഴിലം സ്വദേശിനിയായ 40 വയസ്സുള്ള ബിജിമോളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഭർത്താവ് ലൈജുവിനെ കണ്ടെത്തുന്നതിനായി കുറുപ്പമ്പടി പോലീസ് വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കീഴിലത്തെ ഒരു ഹോട്ടലിൽ വെച്ചാണ് സംഭവം നടന്നത്. ദമ്പതികൾക്കിടയിൽ രൂക്ഷമായ വാക്കുതർക്കം ഉണ്ടായി. തർക്കത്തിനിടെ പ്രകോപിതനായ ലൈജു ബിജിമോൾ കഴുത്തിൽ ധരിച്ചിരുന്ന ഷാൾ ഉപയോഗിച്ച് മുറുക്കിയെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഇയാൾ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സമയത്ത് ദമ്പതികളുടെ മകൻ കൂടെ ഉണ്ടായിരുന്നില്ല. പുറത്തുപോയിരുന്ന മകൻ തിരിച്ചെത്തിയപ്പോഴാണ് അമ്മ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കാണുന്നത്. ഉടൻ ഹോട്ടൽ അധികൃതരെ അറിയിക്കുകയും ബിജിമോളെ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ജില്ലാ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. നിലവിൽ ടൂറിസം വകുപ്പ് ഡയറക്ടറായും കേരള ടൂറിസം വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായും സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു ശിഖ സുരേന്ദ്രൻ. തൃശൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറായി ചുമതല വഹിച്ചിട്ടുണ്ട്. 2018 കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥയായ ശിഖ സുരേന്ദ്രൻ എറണാകുളം സ്വദേശിയാണ്. കോട്ടയം അസിസ്റ്റന്റ് കളക്ടർ, കൊല്ലത്തും ഒറ്റപ്പാലത്തും സബ് കളക്ടർ, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറി, കേരളത്തിലെ ലൈഫ് മിഷന്റെ CEO എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. ചുമതലയൊഴിഞ്ഞ അർജുൻ പാണ്ഡ്യൻ കാസർഗോഡ് ജില്ലാ കളക്ടറാകും. മാള ഗ്രാമപഞ്ചായത്ത് റെസ്റ്റോറന്റ് കാറ്ററിംഗ് ജീവനക്കാർക്കായി അവബോധന ക്ലാസ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ AV വിനിത അവബോധന ക്ലാസ് നയിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിൽ അതുപോലെ കാറ്ററിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഫുഡ് സേഫ്റ്റിയുടെ ഒരു അവയർനെസ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ തന്നെ ഈ ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ഹെൽത്ത് ചെയ്ത് തന്നിട്ടുള്ള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, അതുപോലെ വെൽഫെയർ അസോസിയേഷനിലെ ടീമിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിനെ തന്നെ ഞാനൊരു നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ധാരണയുണ്ടായിരുന്നു. നമ്മൾ മുൻപ് പല ക്ലാസ്സുകളിലും കണ്ടുകൂട്ടിയിട്ടുള്ളതാണ് ഇരിക്കുന്ന രാജ്യം. അപ്പോൾ അതിൽ എന്താണ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണ് കേട്ടിട്ടുള്ളത്? ഭക്ഷ്യസുരക്ഷയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് തൃശൂർ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി അനലിസ്റ്റ് PS സുമേഷ്, സാനിറ്ററി മാനദണ്ഡങ്ങളെക്കുറിച്ച് മാള ഹെൽത്ത് ഇൻസ്പെക്ടർ VA സുമേഷ് ബാബു എന്നിവർ ക്ലാസ് നയിച്ചു.
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TV സന്തോഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോൺസൺ എന്നിവർ സംസാരിച്ചു. മാള പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. ഡോക്ടർ KP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാസാഗർ ഗുരുമൂർത്തി മുഖ്യപ്രഭാഷണം നടത്തി. ഹിന്ദുക്കളോട് പാലിക്കാൻ വേണ്ടി 4 കാര്യം ശങ്കരാചാര്യ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഗേയം ഗീത നാമസഹസ്രം. ശ്രീമദ് ഭഗവത്ഗീതയും സഹസ്രനാമവും എന്നും ജപിക്കുകയും പഠിക്കുകയും വേണം. ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും അർത്ഥസഹിതം നിത്യവും പഠിക്കണം. മഹാനായ ചിന്മയാനന്ദ സ്വാമികളാണ് ഗീതാശാസ്ത്രത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതിൽ വളരെ വലിയ ഒരു മഹാത്മാവ്. അദ്ദേഹം എപ്പോൾ പറയുന്നു, ഗുളിക കഴിക്കുന്ന പോലെ 3 times a day, 3 തവണ ഒരു ദിവസം ഒരു ശ്ലോകം ചൊല്ലി നോക്കണം. എന്നിട്ട് ആ 3 നേരങ്ങളും ചൊല്ലിയിട്ട് അർത്ഥം മനനം ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിയിലാണ്. ആ സമയത്ത് ക്യാമറയാണുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഉപദേശം എനിക്ക് വലിയ ഗുണം ചെയ്തു. ചിന്മയ മിഷൻ്റെ ചിന്മയ യുവ കേന്ദ്ര എന്നൊരു സ്ഥാപനം, അവർ ആ സമയത്ത് ഗീത കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിലൊരു പുസ്തകത്തിൽ ചിന്മയാനന്ദ സ്വാമി എഴുതിയിരിക്കുന്നത്, ഗീത മസ്റ്റ് ബി ചാൻറ്റഡ് ആൻഡ് ലേൺഡ് ബൈ ചാൻറ്റിംഗ് എ പർട്ടിക്കുലർ ശ്ലോക thrice a day, just as you consume tablets. ഭവദുരിതങ്ങൾ ഭവരോഗം മാറാൻ വേണ്ടി നമ്മൾ ഭഗവത്ഗീതയെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്നിങ്ങനെ ഒരു ശ്ലോകം അർത്ഥസഹിതം ഒരു ദിവസം 3 നേരം മനനം ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അന്ന് മുതൽ ഞാൻ എൻ്റെ ഉള്ളിൽ അത് വിശ്വസിച്ചിട്ട് അത് അനുവർത്തിച്ചു പോകുന്നു. 701 ശ്ലോകങ്ങൾ പഠിച്ചു. ആയുർവേദ ഡോക്ടർ TA വിജയൻ, മാള മുകുന്ദകൃഷ്ണ ക്ഷേത്രത്തിൽ 68 വർഷം മേൽശാന്തി ആയിരുന്ന വെങ്കിടേശ്വർ വാദ്യർ, തബലവാദനത്തിൽ ജില്ലാ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ അവന്തിക N ഷേണായ്, നാടൻപാട്ട് കലാകാരൻ അനൂപ് പുതിയടത്ത്, നാടക സംഗീത സംവിധാനത്തിൽ സംസ്ഥാന പുരസ്കാരം ലഭിച്ച അനിൽ മാള എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഏകതാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം സംയോജകൻ അനിൽകുമാർ അദിയാരത്ത്, പ്രസിഡന്റ് സദാശിവൻ ചക്കനാലി, സെക്രട്ടറി സജീവ് കമ്മത്ത്, രാഷ്ട്രീയ സ്വയംസേവക സംഘം ജില്ലാ സേവാ പ്രമുഖ് M സുധീർ എന്നിവർ സംസാരിച്ചു. മാള അർഹമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 3ാം വാർഷിക പൊതുയോഗവും ഇഫ്താർ സംഗമവും നടന്നു. വടമ അബൂബക്കർ സിദ്ദിഖ് ജുമാ മസ്ജിദ് ഖത്തീബ് ഷഫീഖ് മിസ്ബാഹി ഉദ്ഘാടനം ചെയ്തു. ആ സമയം അവൻ മരണമലക്കിന്റെ മുന്നിൽ വെച്ച് മരണമലക്കിനോട് പറയുന്നത്രേ, ഒരല്പസമയം എനിക്കൊന്ന് താമസം ചെയ്തു തരൂ, ഒരു കുറച്ച് സമയം എനിക്കൊന്ന് താമസം ചെയ്ത് പിന്തിച്ചു തന്നു കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ സമയത്തിന്റെ ബാക്കി ആ സമയം കൊണ്ട് ഞാൻ എല്ലാ സൽപ്രവർത്തനവും ഞാൻ ചെയ്തു കൊള്ളാം. ഈ വിഷയം പറയുമ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ചെയർമാൻ സാദിഖ് പള്ളിമുറ്റത്ത് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി MI മുഹമ്മദ് അലി, ഡോക്ടർ KK അബ്ദുൽ സലാം, മദ്രസ അധ്യാപക ക്ഷേമനിധി തൃശൂർ ജില്ലാ കോർഡിനേറ്റർ നജീബ് ഹിഷാമി, സാജിദ സലാം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ. അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി മരിച്ചു. പെരിങ്ങൽകുത്ത് ആദിവാസി ഉന്നതിയിലെ കാടർ വിഭാഗത്തിൽ 50 വയസ്സുള്ള സുന്ദരനാണ് മരിച്ചത്. കീഴിലത്ത് കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കീഴിലം സ്വദേശിനിയായ വിജിമോളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഭർത്താവ് ലൈജുവിനെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ജില്ലാ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. തൃശൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറായി ശിഖ സുരേന്ദ്രൻ ചുമതല വഹിച്ചിട്ടുണ്ട്. ചുമതലയൊഴിഞ്ഞ അർജുൻ പാണ്ഡ്യൻ കാസർഗോഡ് ജില്ലാ കളക്ടറാകും. ന്യൂസ് 10 സമാപിച്ചു. നമസ്കാരം.